നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. പരാജയം എന്ന ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ടാസ്കുകളാണ് നമ്മൾ പരാജയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പരാജയം മറികടന്നാൽ നമുക്കുള്ള വിജയമാണ്. പരാജയപ്പെടുന്ന ഓരോ സിറ്റുവേഷൻ ഇല്ല എങ്കിൽ ജീവിതത്തിനൊരു ഭംഗി ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും പരാജയപ്പെടുന്നുവെന്ന തോന്നൽ നമുക്കുണ്ടായാൽ ഓർക്കേണ്ട ചില കഥകളാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഈ കഥകൾ നമ്മെ ജീവിപ്പിക്കുന്ന കഥകളാണ്, അതിജീവനത്തിൻ്റെ കഥയാണ്. ഈ കഥകൾ ഓരോന്നും മനുഷ്യന് ജീവിതത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹത്തെ കാണിക്കുന്നുണ്ട്. അവസാനിച്ചു എന്ന് കരുതുന്ന ഒരു നിമിഷത്തിൽ നിന്നും ജീവിക്കാനുള്ള ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് പിടിച്ചു കയറി വന്നവർ, പിൽക്കാലത്ത് ലോകത്തെ പ്രചോദിപ്പിച്ചവർ, പ്രതിസന്ധികൾ ഒരവസാനമല്ലെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. ജീവിതം മനോഹരമാണെന്നും ദുരിതത്തിൻ്റെ ഈ കാലഘട്ടവും കടന്നു പോകുമെന്നും ലോകം വീണ്ടും പുഞ്ചിരിക്കാൻ തുടങ്ങുമെന്നും തീർച്ചയാണ്. നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ലോകം അനേകം ദുരിതകാലങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതിനെല്ലാം ചെറുത്തോൽപ്പിച്ചാണ് മനുഷ്യ സമൂഹം പുരോഗതി നേടിയത്. നിശ്ചയദാർഢ്യവും ശാസ്ത്രാഭിമുഖ്യവും കൈമുതലാക്കിയുണ്ടായ ഒരു കൂട്ടം മനുഷ്യരുടെ നിരന്തരമായ കഠിന പ്രയത്നങ്ങൾ അനേകം തലമുറകളെ പ്രചോദിപ്പിച്ചു. ഈ കാലത്തെല്ലാം ജീവിച്ചിരുന്ന മനുഷ്യരുടെയും കഥകൾ ആ അതിജീവന പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്നവയായിരുന്നു. കഠിനമായ ജീവിത പ്രതിസന്ധികളെ തോൽപ്പിച്ചുകൊണ്ട് അതിജീവനത്തിന്റെ കരുത്ത് കാട്ടി ലോകത്തെ എക്കാലത്തും പ്രചോദിപ്പിച്ച കുറച്ചു പേരെ പരിചയപ്പെടാം നമുക്ക്. പല മേഖലകളിൽ പല കാലഘട്ടങ്ങളിൽ ജീവിതത്തെയും മരണത്തെയും ആഴത്തിൽ അവർ മനസ്സിലാക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു. അവരുടെ ജീവിതം എക്കാലവും മനുഷ്യരെ പ്രചോദിപ്പിച്ചു കൊണ്ടിരുന്നു. ആദ്യമായി ആൻ ഫ്രാങ്കിന്റെ കഥയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലമാണ് നാസി പട്ടാളം ജർമ്മനിയിലെ ജൂതന്മാരെ വേട്ടയാടുന്നത്. തങ്ങൾ പിടിക്കപ്പെടുമോ എന്ന ഭയം കാരണം ജൂതന്മാർ കൂട്ടത്തോടെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആൻ ഫ്രാങ്ക് ജനിക്കുന്നത്. 1929 ജൂൺ 12 നാസികളെ ഭയന്ന് ഫ്രാങ്ക് കുടുംബം ഹോളണ്ടിലേക്ക് കുടിയേറി. എന്നാൽ അധികം വൈകാതെ നാസി പട്ടാളം ഹോളണ്ട് കീഴടക്കി. ഫ്രാങ്ക് കുടുംബം അറസ്റ്റ് ചെയ്യപ്പെട്ടു. താമസിയാതെ അവർ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കപ്പെട്ടു. വളരെ ചെറുപ്പം മുതൽ ഡയറി എഴുതുന്നത് ശീലമാക്കിയിരുന്ന ആൻ ഫ്രാങ്ക് ഈ കാലമത്രയും തങ്ങൾ കടന്നുപോയ ജീവിതത്തെ മുഴുവൻ നോട്ട് പുസ്തകങ്ങളിൽ എഴുതി നിറച്ചിരുന്നു. യുദ്ധത്തെപ്പറ്റിയും സ്വന്തം ജീവിതത്തെപ്പറ്റിയും ഒരു കൗമാരക്കാരിയായിരുന്ന പെൺകുട്ടിക്കുണ്ടായിരുന്ന ഉൾക്കാഴ്ച ആരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു. ചുറ്റുമുള്ളതെല്ലാം ആനിന് തൻ്റെ ഡയറിയിലേക്കുള്ള വിഷയങ്ങളായിരുന്നു. യൂറോപ്പിൽ യുദ്ധം വിതച്ച യാതനകൾക്ക് ഒരു പരിഹാരമെന്ന പോലെയായിരുന്നു ആനിൻ്റെ എഴുത്തുകളെ പിൽക്കാലത്ത് ലോകം സ്വീകരിച്ചത്. ഈ സന്തോഷങ്ങൾക്കൊന്നും കാത്തു നിൽക്കാതെ തടവറയിൽ ടൈഫസ് ബാധിച്ച് ആൻ ഫ്രാങ്ക് യാത്ര പറഞ്ഞു പോയെങ്കിലും ലോകം പിന്നീട് ഈ ചെറിയ പെൺകുട്ടിയുടെ വാക്കുകളെ ഏറ്റെടുത്തു. ലോകത്തെ അനേകം ഭാഷകളിലേക്ക് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ വിവർത്തനം ചെയ്യപ്പെട്ടു. യുദ്ധത്തിന്റെ ഭീകരതയും കൊടുതികളും അവളുടെ വാക്കുകൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു. ഹിറ്റ്ലറെ തോൽപ്പിച്ച പെൺകുട്ടി എന്ന് ആൻ അറിയപ്പെട്ടു. ലോകത്തിലെ കോടിക്കണക്കിന് കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയുക വഴി യുദ്ധത്തിനും വംശവെറുക്കുമെതിരെ ഒരു ചെറുത്തുനിൽപ്പും പ്രതീക്ഷയും നൽകി എന്നതാണ് ആൻ ഫ്രാങ്ക് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്തെ കടുത്ത ഏകാന്തതയാണ് ആനിനെ ഡയറി എഴുതാൻ പ്രേരിപ്പിച്ചത്. ലോകത്തിൽ നിന്നും ഒളിച്ചു താമസിക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ജീവിതത്തെ പറ്റിയുള്ള പ്രതീക്ഷകളായിരുന്നു. ഏകാന്തത ഒരിക്കലും ഒറ്റപ്പെടലല്ല, അവ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഇന്ധനമായാണ് മിക്കപ്പോഴും ആൻ ഫ്രാങ്ക് കരുതിയിരുന്നത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്തെ കടുത്ത ഏകാന്തതയാണ് ആനിനെ ഡയറി എഴുതാൻ പ്രേരിപ്പിച്ചത്. ലോകത്തിൽ നിന്നും ഒളിച്ചു താമസിക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ജീവിതത്തെ പറ്റിയുള്ള പ്രതീക്ഷകളായിരുന്നു. ഏകാന്തത ഒരിക്കലും ഒറ്റപ്പെടലല്ല, അവ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഇന്ധനങ്ങളാണ് മിക്കപ്പോഴും. അടുത്തതായി തായ്ലൻഡിൽ ഗുഹക്കുള്ളിൽപ്പെട്ട കുട്ടികളുടെ കഥയാണ്. നമ്മൾ പലപ്പോഴും മീഡിയയിലൂടെയും മറ്റും ഈ കുട്ടികളുടെ കഥയും എല്ലാം നാം കേട്ട് കാണും. എന്നാലും 2018 ജൂണിലെ ഒരു ദിവസം ഫുട്ബോൾ പരിശീലനത്തിന് ഇറങ്ങിയതാണ് തായ്ലൻഡിലെ ഒരു ഫുട്ബോൾ ടീം. 12 അംഗങ്ങളും പരിശീലകനും അടങ്ങുന്ന ടീമിലെ അംഗങ്ങൾ മിക്കവരും 11 മുതൽ 16 വയസ്സുവരെ പ്രായമുള്ള പരിശീലനത്തിന് ശേഷം അവരൊരു യാത്ര പ്ലാൻ ചെയ്തു. തായ്ലൻഡിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗുഹകളിലൊന്നായ തോം ലുവാങ് ഗുഹ സന്ദർശിക്കുക എന്നതായിരുന്നു അത്. അതിസങ്കീർണമായ ഈ ഗുഹയിലേക്ക് അവർ കടന്നപ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ പെട്ടെന്ന് മാറി മറിയുമെന്ന് അവർ ചിന്തിച്ചതുമില്ല. എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഒരു ഉഗ്രൻ മഴ പെയ്തു. അത് ഗുഹക്കുള്ളിൽ പെട്ടെന്ന് വെള്ളം പൊങ്ങാൻ ഇടയാക്കി. ഗുഹയിൽ 4 കിലോമീറ്ററോളം
ഉള്ളിൽ കുട്ടികളും പരിശീലനങ്ങളും അടങ്ങുന്ന സംഘം കുടുങ്ങി. ഗുഹക്കുള്ളിലെ 4 കിലോമീറ്ററിനുള്ളിലാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത്. അതിവേഗം ഈ വാർത്ത ലോകം മുഴുവൻ പരന്നു. രാജ്യങ്ങൾ സഹായഹസ്തവുമായി മുന്നോട്ട് വന്നു. രക്ഷാപ്രവർത്തനം അതിവേഗം മുന്നോട്ടു പോയി. ആദ്യത്തെ 9 ദിവസം കഴിക്കാനുള്ള ആഹാരം മാത്രമായിരുന്നു സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. ലോകത്തിൽ നിന്നും അകന്ന് കടുത്ത ഏകാന്തതയിലും മാനസിക സമ്മർദ്ദത്തിലും ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നിൽക്കുമ്പോഴും തങ്ങളുടെ പരിശീലകന്റെ മനോധൈര്യം പ്രചോദനവും കുട്ടികൾക്ക് കരുത്തായി. തങ്ങൾ പ്രതിസന്ധിയെ അതിജീവിക്കും എന്നവർ ഉറച്ചു വിശ്വസിച്ചു. തങ്ങൾ കുടുങ്ങിയെന്ന് മനസ്സിലാക്കിയ കുട്ടികൾ ഗുഹയുടെ മതിലിലേക്ക് 16 അടി ദ്വാരം കുഴിച്ച് ഒരു വഴി കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് അവർ അത് ഉപേക്ഷിക്കുകയായിരുന്നു. ധ്യാനിച്ചും മനോനിയന്ത്രണങ്ങളിൽ ഏർപ്പെട്ടും സമയം കഴിക്കുകയായിരുന്നു. 17-ാം ദിവസം തായ്ലൻഡ് നേവി സീലുകൾ കുട്ടികളെയും പരിശീലകരെയും കണ്ടെത്തുകയും അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. അതിജീവനത്തിന്റെ വലിയൊരു പാഠമാണ് തായ്ലൻഡിലെ ഈ കുട്ടികളുടെ കഥ. ഈ കഥ ഞാൻ വളരെ ചുരുക്കിയാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. കാരണം ഈ കഥ നമുക്ക് ഒരിക്കലും ഇത്ര ചുരുക്കി സംസാരിച്ച് പോവേണ്ട ഒന്നല്ല. കാരണം വലിയൊരു മോട്ടിവേഷൻ, പ്രചോദനമാണ് ഈ കഥക്കുള്ളിലുള്ളത്. ആ കോച്ചിൻ്റെ ഇച്ഛാശക്തിയും ആ കുട്ടികളുടെ മനോധൈര്യവുമാണ് അവരെ അത്ര ദിവസം അതിനുള്ളിൽ പിടിച്ചു നിർത്താനും രക്ഷാപ്രവർത്തകർക്ക് കരുത്തേകാനും സാധിച്ചത് എന്നുള്ളതാണ്. അവർ ഒരു നിമിഷം തളർന്നു പോയിരുന്നെങ്കിൽ നമുക്കൊരിക്കലും പ്രതീക്ഷ നൽകുമായിരുന്നില്ല. അതുപോലെ പുറമെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നവരും ഒരു നിമിഷം അവരുടെ മൈൻഡ് തളർന്നു പോയിരുന്നെങ്കിൽ ഒരിക്കലും അവർക്കും ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് മുന്നേറാൻ സാധിക്കുമായിരുന്നില്ല. ഇനി അടുത്ത കഥ സ്റ്റീവൻ കാലഹാന്റെ കഥയാണ് അടുത്തത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തൻ്റെ ചെറിയ ബോട്ടിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുക എന്ന ലക്ഷ്യം പൂർത്തിയാക്കി വീട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ് സ്റ്റീവനെ ആദ്യ ദുരന്തം പിടികൂടിയത്. 1981 ജനുവരിയിൽ ഒരു വൈകുന്നേരം തൻ്റെ ബോട്ടിന് ചുറ്റുമുണ്ടായ ഒരു കൊടുങ്കാറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തകിടം മറിച്ചു. ബോട്ട് മുങ്ങാൻ തുടങ്ങി. ഒരു റാഫ്റ്റിൽ എങ്ങനെയോ കയറിപ്പറ്റി അയാൾ കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണമാണ് കയ്യിലുണ്ടായിരുന്നത്. പിന്നീടുള്ള നീണ്ട 76 ദിവസങ്ങൾ സ്റ്റീവൻസന് അതിജീവനത്തിനുള്ള പോരാട്ടത്തിൻ്റെതായിരുന്നു. മീൻ പിടിച്ചും വെള്ളം കുടിച്ചും അയാൾ പിടിച്ചു നിന്നു. റാഫ്റ്റിനെ ഒരു ചെറിയ വള്ളമാക്കി അയാൾ സമുദ്രത്തിലേക്ക് തന്നെ ഇറങ്ങി. ഒരു മാസത്തിനു ശേഷം അദ്ദേഹം ഷിപ്പിംഗ് പാതകളിൽ നിന്ന് പിന്മാറി. 50-ാം ദിവസം ഉപ്പുവെള്ളം മൂലം കാലുകളിൽ വ്രണങ്ങളുണ്ടായി, ഉഷ്ണമേഖലാ വെള്ളത്തിൽ നിർജ്ജലീകരണമുണ്ടായി പൊരുതി ക്ഷീണിതനായി ശരീരഭാരത്തിൻ്റെ 1/3 നഷ്ടമായതിനു ശേഷം ഒരു ദിവസം ആകസ്മികമായി കാലഹാനെ ഗ്വാഡലൂപ്പ് തീരത്തെ മത്സ്യത്തൊഴിലാളികൾ കണ്ടു. അങ്ങനെ 76 ദിവസം നീണ്ട ആ കാത്തിരിപ്പിന് അവസാനമായി. 76 ദിവസം അദ്ദേഹം ഒറ്റപ്പെട്ട ഒരു കടലിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. 76 ഡേയ്സ് ലോസ്റ്റ് അറ്റ് ദി സീ എന്ന പുസ്തകത്തിൽ സ്റ്റീവൻ കാലഹാൻ തൻ്റെ ജീവിതം എഴുതി. ന്യൂയോർക്ക് ടൈംസിലെ ബെസ്റ്റ് സെല്ലറായ ഈ പുസ്തകം പിന്നീട് സിനിമകൾക്കും പ്രചോദനമായി. അടുത്തത് നമുക്ക് ജൂലിയൻ കോയിപ്കെ അവരുടെ ഒരു ചെറിയൊരു കഥയാണ്. ഇതൊരു വിമാനാപകടത്തിൻ്റെ കഥയാണ്. 1971 ക്രിസ്മസ് രാത്രിയാണ് ഇത് സംഭവിച്ചത്. ജൂലിയൻ കോയിപ്കെ സഞ്ചരിച്ച വിമാനം ഇടിമിന്നലേറ്റ് തകർന്നു. വിമാനം തകർന്നതിനു ശേഷവും അവൾക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നില്ല. പെറുവിൽ മഴക്കാടുകൾക്ക് 2 മൈൽ മുകളിൽ തൻ്റെ ഇരിപ്പിടത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ജൂലിയൻ. കാടിനുള്ളിൽ തകർന്നു വീണ വിമാനത്തിൽ അവൾ ജീവനോടെ അവശേഷിച്ചിരുന്നു. ഗുരുതരമായ പരിക്കുകൾ ബാധിച്ചിരുന്നുവെങ്കിലും അവൾക്ക് ഉള്ളിലെ ആത്മവിശ്വാസത്തെ തകർക്കാൻ കഴിയുമായിരുന്നില്ല. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരേ ഒരാൾ അവൾ മാത്രമായിരുന്നു. ചോക്ലേറ്റുകൾ മാത്രം കഴിച്ചുകൊണ്ട് ജീവൻ നിലനിർത്താൻ ജൂലിയൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. കാടിനുള്ളിൽ ഒരു അരുവി കണ്ടെത്തിയത് ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ അവളെ സഹായിച്ചു. മറ്റൊരു പ്രതിസന്ധി കാട്ടിലെ പ്രാണികളായിരുന്നു. എന്നിട്ടും പിടിച്ചു നിന്ന ജൂലിയനെ 9 ദിവസങ്ങൾക്ക് ശേഷം മരം മുറിക്കുന്ന തൊഴിലാളികൾ കണ്ടെത്തി. അങ്ങനെ ജീവിതവും മരണവുമായി പോരടിച്ച 9 ദിവസങ്ങൾ ശേഷം ആശുപത്രിയിലേക്കും പുതുജീവിതത്തിലേക്കും. വിഖ്യാത സംവിധായകൻ വെർണർ ഹെർസോങ് 2000 വിങ്സ് ഓഫ് ഹോപ്പ് എന്ന ഡോക്യുമെന്ററിയിൽ അവരുടെ കഥ പറഞ്ഞിട്ടുണ്ട്. അടുത്ത നമുക്ക് ഏകാന്തതയിൽ വിപ്ലവം നിർമ്മിച്ചവൻ എന്നതിനെ കുറിച്ചാണ്. ഏകാന്തതയിലും ഒറ്റപ്പെടലിലും ജീവിതത്തിലെ ഏറ്റവും വലിയ അതിജീവന മാതൃകകളാണ്. ദുരന്തങ്ങൾ മാത്രമല്ല, പോരാട്ടങ്ങളും ചരിത്രത്തിന്റെ ഭാഗമാണ്. 27 വർഷങ്ങൾ റോബൻ ദ്വീപിലെ ഏകാന്ത തടവുകാരനായിരുന്ന നെൽസൺ മണ്ടേലയുടെ കഥ തന്നെ ഉദാഹരണം. 1964 ജൂൺ മാസം 12-ാം തീയതി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടാണ് മണ്ടേല റോബൻ ദ്വീപിൽ എത്തുന്നത്. 8 അടി നീളവും 7 അടി വീതിയുമുള്ള ഒരു ചെറിയ സെല്ലിൽ അദ്ദേഹം കഴിഞ്ഞുകൂടി. സ്വതന്ത്രദാഹം ഒരിറ്റുപോലും ചോർന്നു പോകാതെ അദ്ദേഹം അവിടെ തുടർന്നു. ഇതിനിടയിൽ വിദൂര വിദ്യാഭ്യാസം വഴി നിയമബിരുദം നേടാൻ മണ്ടേലക്ക് കഴിഞ്ഞു.
1990 ജയിൽ മോചിതനാകും വരെ അദ്ദേഹം തൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടിരുന്നു. സമാധാനത്തിനും വർണ്ണവിവേചനത്തിനുമെതിരെയുള്ള ഏറ്റവും വലിയ സംഭാവനകളിലൊന്നായിരുന്നു മണ്ടേലയുടെ ജീവിതം. അതും കടുത്ത ഏകാന്തതയും പീഡനങ്ങളും നിർമ്മിച്ച ലോകത്തെ പ്രചോദിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇനി അടുത്തത് ജോൺ സിംപ്സണിൻ്റെ ഒരു ചെറിയ കഥയാണ്. ബ്രിട്ടീഷ് പർവ്വതാരോഹകനായിരുന്ന ജോൺ പെറുവിലെ പർവ്വത ആരോഹണത്തിനിടെയാണ് അഗാധമായ ഒരു വിള്ളലിലേക്ക് വീണത്. സഹയാത്രികൾ അദ്ദേഹം മരിച്ചെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ പാറയ്ക്കിടയിലെ വിള്ളലിൽ കുടുങ്ങിക്കിടന്ന ജോൺ തൻ്റെ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുകയും പതിയെ വിടവിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ബേസ് ക്യാമ്പിലേക്ക് ഇഴഞ്ഞാണ് അദ്ദേഹം എത്തിയത്. 1988 തൻ്റെ ടച്ചിങ് ദ വോയിസ് എന്ന പുസ്തകത്തിൽ അതിജീവനത്തിൻ്റെ കഥ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അതേ പേരിൽ 2003 ഡോക്യുമെൻ്ററി ചിത്രീകരണമായി ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടു. ഈ കഥകൾ ഓരോന്നും മനുഷ്യന് ജീവിതത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹത്തെ കാണിക്കുന്നുണ്ട്. അവസാനിച്ചു എന്ന് കരുതുന്ന ഓരോ നിമിഷത്തിൽ നിന്നും ജീവിതത്തിലേക്കുള്ള ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് പിടിച്ചു കയറി വന്നവരുടെ കഥയാണ് നമ്മൾ ഈ കേട്ടത്. പിൽക്കാലത്ത് ലോകത്തെ പ്രചോദിപ്പിച്ചവർ പ്രതിസന്ധികൾ ഒരവസാനമല്ലെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. ജീവിതം മനോഹരമാണെന്നും ദുരിതത്തിൻ്റെ ഈ കാലവും കടന്നു പോകുമെന്നും ലോകം വീണ്ടും പുഞ്ചിരിക്കാൻ തുടങ്ങുമെന്നും തീർച്ചയാണ്. നമുക്ക് കാത്തിരിക്കാം. ജയ് ഹിന്ദ്.